ഇവിടെ പുതിയ കാലഘട്ടത്ത് സ്ത്രീയും പുരുഷനും തമ്മിൽ സൗഹൃദമെന്ന വ്യാജനാമമിട്ട് പ്രണയം നടിക്കുകയോ അഭിനയിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇതിൽ ചൂഷണം ചെയ്യപ്പെടുന്നത് സ്ത്രീകളാണ് എന്നുള്ളതാണ്. ഞങ്ങൾ സുഹൃത്തുക്കളാണ്, ഞങ്ങൾക്കിടയിൽ പ്രണയമില്ല. അതുകൊണ്ട് സുഹൃത്തുക്കൾ എന്ന രീതിയിൽ സുഹൃത്തുക്കളാകുമ്പോൾ തോളിൽ കൈയിടും, കൈകൾ പിടിക്കും, ചേർത്ത് പിടിക്കും, ഇങ്ങനെയെല്ലാം പറയുന്ന പുതിയ പ്രണയത്തിന്റെ ചില വ്യാഖ്യാനങ്ങൾ, അതിൽ സ്ത്രീകൾ ഇരകളാക്കപ്പെടുന്നുണ്ട്, സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് മാത്രമല്ല, മുസ്ലിം സ്ത്രീകൾ പോലും ഈ വലയിൽ കുടുങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പെൺകുട്ടികളെ നോക്കി അഭിമാനം കൊള്ളുന്ന രക്ഷകർത്താക്കളാണ് ഈ സമൂഹത്തിന്റെ ശാപം എന്നുകൂടെ നമ്മൾ ഈ ومن أحسن قولا ممن دعا إلى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تلك حدود الله ومن يتعد حدود الله فقد ظلم نفسه لا تدري لعل الله يحدث بعد ذلك أمرا. صدق الله العلي العظيم. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരീ സഹോദരന്മാരെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ കാര്യത്തിലും നമുക്ക് അള്ളാഹുവിന്റെ റസൂലിൽ നല്ല മാതൃകയുണ്ട് എന്ന് അള്ളാഹു പറയുന്നു. രാവിലെ ഉറക്കമെഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ, നഖം മുറിക്കുന്നത് മുതൽ രാജ്യം ഭരിക്കുന്നത് വരെ, എല്ലാ മേഖലകളിലും സവിസ്തരമായ മാതൃകകൾ പ്രതിപാദിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ ലോക ചരിത്രത്തിൽ മറ്റാരുമില്ല. ആരുടെ ജീവിതമാണ് ഇത്ര കൃത്യമായും വ്യക്തമായും നമ്മുടെ മുന്നിൽ ഒപ്പിയെടുക്കപ്പെട്ട് സമാഹരിക്കപ്പെട്ടിട്ടുള്ളത്? ലോകത്ത് ഒരുപാട് ചരിത്ര പുരുഷന്മാരും ചരിത്ര വനിതകളും കഴിഞ്ഞു കടന്നു പോയിട്ടുണ്ട്. എങ്കിലും അവിടെ നിന്നെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വ്യത്യസ്തരാക്കുന്ന ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ എല്ലാ കാര്യത്തിനും മാതൃകയുണ്ട് എന്നതാണ്. ഗാന്ധിജിയെ സംബന്ധിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ നിലപാടുകൾ പഠന വിഷയമാണ്. പല കാര്യങ്ങളും നമുക്ക് മാതൃകയാക്കാനുണ്ട്. പക്ഷെ ഗാന്ധിജി എല്ലാ കാര്യങ്ങൾക്കും മാതൃകയാണോ എന്ന് ചോദിച്ചാൽ അല്ല. കുടുംബ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ആരും ഗാന്ധിജിയെ പിന്തുടരാറില്ല. അതിലൊക്കെ മാതൃകകൾ സൃഷ്ടിച്ച പ്രവാചകന്മാരുണ്ട്. ആ പ്രവാചകന്മാരുടെ വഴികളിൽ തന്നെ എല്ലാ പ്രവാചകന്മാരുടെയും ജീവിതം പൂർണ്ണമായി സമാഹരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഖം മുറിച്ചത് മുതൽ രാജ്യം ഭരിച്ചത് വരെ, ഉണർന്നത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളും ഒരു മറയ്ക്ക് പിന്നിൽ നിന്ന് തന്റെ ഭാര്യയെ സ്വകാര്യമായി ചുംബിച്ച നിമിഷങ്ങൾ പോലും തങ്ങളുടെ പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹ സധൈര്യപൂർവ്വം നമ്മുടെ മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. അത്രമേൽ തുറന്ന പുസ്തകമായി പ്രവാചകന്റെ ജീവിതത്തെ എടുത്തു വെച്ചിട്ടാണ് നിങ്ങൾ ഈ പ്രവാചകന്റെ ജീവിതത്തെ വിമർശിച്ചോളൂ, ഈ പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു അധാർമികത പോലും നിങ്ങൾക്ക് കാണിക്കാൻ സാധ്യമല്ല എന്ന് മുസ്ലിമീങ്ങൾ വെല്ലുവിളിക്കുന്നത്. വ്യക്തമായി തുറന്നു വെച്ചിരിക്കുന്നു പ്രവാചകന്റെ സ്വകാര്യതകൾ പോലും. സ്വന്തം സഹധർമ്മിണിയുമായി ജീവിതം പങ്കിട്ട സന്ദർഭങ്ങളിലെ പല നിമിഷങ്ങളും ഹദീസുകളായി തങ്ങളുടെ പത്നിമാർ നമ്മുടെ മുന്നിൽ വ്യക്തമാക്കിയിരിക്കുന്നു. എന്തിനേറെ പറയണം, പ്രണയത്തിൽ പോലും പ്രവാചകൻ മാതൃകയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലഘട്ടത്തിന്റെ ആരംഭം 40-ാമത്തെ വയസ്സിൽ
അന്ന് ഇസ്ലാം സ്വീകരിച്ചവരിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വനിതാ മഹദിയാണ്, രത്നമാണ് സൈനബ് റളിയല്ലാഹു അൻഹ. സൈനബ് റളിയല്ലാഹു അൻഹ അവർ ഒരു സാധാരണ സ്ത്രീയല്ല. അവരുടെ പിതാവ് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ സൈനബിന്റെ ഭർത്താവാകട്ടെ അബുൽ ആസ് ഇബ്നു വായിലാണ്. അബുൽ ആസ് ഇബ്നു വായിലാണ്. അബുൽ ആസ് ഇബ്നു റബീഅ ആണ്. അബുൽ ആസ് ഇബ്നു റബീഅ ബഹുദൈവ വിശ്വാസിയാണ്. സൈനബ് റളിയല്ലാഹു അൻഹ ഇസ്ലാം സ്വീകരിച്ച ഘട്ടത്തിൽ അദ്ദേഹം സുദീർഘമായ ഒരു കച്ചവട യാത്രയിലായിരുന്നു. കച്ചവട യാത്ര കഴിഞ്ഞ് മക്കയിലേക്ക് തിരിച്ചു വന്നപ്പോ തന്റെ സഹധർമ്മിണി ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു. അല്പം ക്ഷുഭിതനായിക്കൊണ്ട് സൈനബിനോട് ചോദിച്ചു, നിനക്ക് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നുവോ എന്ന്. അപ്പോൾ സൈനബ് റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു, എന്റെ പിതാവ് പറയുന്ന സത്യങ്ങളെ 100% യാഥാർത്ഥ്യബോധത്തോടെ ഞാൻ ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഞാൻ മാത്രമല്ല ഇസ്ലാം സ്വീകരിച്ചത്, താങ്കളുടെ കുടുംബത്തിൽ തന്നെ പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു, അബൂബക്കർ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു, ഉസ്മാൻ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു റളിയല്ലാഹു അൻഹും വറളു അൻഹു. ഇവരെല്ലാവരും ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാനും ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു. അപ്പോ അബുൽ ആസ് ഇബ്നു റബീഅ തന്റെ ഭാര്യയായ സൈനബിനോട് ചോദിച്ചു. സൈനബ് ചോദിക്കുന്നുണ്ട്, താങ്കൾക്കൊന്ന് മുസ്ലിമായി കൂടായോ? അദ്ദേഹം പറഞ്ഞു, നീ പറയുന്നതിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് എങ്കിലും എന്റെ പിതാക്കന്മാരും എന്റെ കുടുംബങ്ങളും ശീലിച്ചു പോരുന്ന ഒരു സംസ്കാരത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ പറയുന്ന ഇസ്ലാമിക ദർശനത്തിലേക്ക് കടന്നു വരാൻ എന്റെ ദുരഭിമാനം എന്നെ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്നില്ല എന്ന്. പക്ഷേ ഒരു കാര്യം, നീ എനിക്ക് വേണ്ടി നിന്റെ പിതാവിനോട് ഒന്ന് ന്യായീകരിച്ചുകൂടായോ? ഒരു സ്നേഹത്തിന്റെ ചോദ്യമാണ്. ആ സ്നേഹത്തിന്റെ ചോദ്യത്തിന് സൈനബ് റളിയല്ലാഹു അൻഹ തിരിച്ചു മറുപടി പറഞ്ഞു, ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രവാചകനോട് വാദിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് വാദിക്കുന്നത് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ബഹുദൈവ വിശ്വാസിയായ അബുൽ ആസ് ഇബ്നു റബീഉം മുസ്ലിമായ സൈനബ് റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള കുടുംബജീവിതം അവരുടെ അതാത് മതത്തിൽ തുടർന്ന് തന്നെ മുന്നോട്ട് പോയി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ബഹുദൈവ വിശ്വാസികളുമായി വിവാഹബന്ധത്തിൽ മുസ്ലിമീങ്ങൾ ഏർപ്പെടരുത് എന്ന ആയത്ത് പരിശുദ്ധ ഖുർആനിൽ ഇറങ്ങുന്നത് വരെ, ഹിജ്റ പോകുന്ന ഘട്ടത്തിൽ പോലും സൈനബ് റളിയല്ലാഹു അൻഹയ്ക്ക് മക്കയിൽ തുടരാൻ അനുമതി കൊടുത്തു. മക്കയിൽ നിന്ന് മുസ്ലിമീങ്ങളെല്ലാം നാട് വിട്ടുകൊണ്ട് മദീനയിലേക്ക് പലായനം ചെയ്തപ്പോൾ സൈനബ് റളിയല്ലാഹു അൻഹ മക്കയിൽ തുടർന്നു. മദീനയിലെത്തിയ ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി മക്കയിലെ ഖുറൈശി പ്രമാണിമാർ യുദ്ധം പ്രഖ്യാപിച്ച് ബദറിന്റെ രണഭൂമിയിൽ അണിനിരന്നപ്പോൾ സൈനബ് റളിയല്ലാഹു അൻഹ ഇവിടെ മക്കയിൽ ഇരുന്നു കൊണ്ട് കരയുകയാണ്. എന്തിനാണ് അവർ കരഞ്ഞത്? അവരെന്തിനാണ് കരഞ്ഞത്? ഒരു ഭാഗത്ത് എന്റെ പിതാവായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, മറുഭാഗത്ത് എന്റെ ഭർത്താവായ അബുൽ ആസ് ഇബ്നു റബീഅ സൈന്യത്തിലുണ്ട്. ഞാൻ ആരുടെ കൂടെ നിൽക്കും? അവർ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിച്ചത് വളരെ ബുദ്ധിപരമായ ഒരു പ്രാർത്ഥന. അതിൽ സ്നേഹമുണ്ട്, അതിൽ അവരുടെ പ്രണയമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന തന്റെ പിതാവിനോടുള്ള അതിയായ സ്നേഹവും വാത്സല്യവും, മറുഭാഗത്ത് തന്റെ ഭർത്താവിനോടുള്ള പ്രണയവും അവർ ദുആ ചെയ്തു അള്ളാഹുവിനോട്, അല്ലാഹുമ്മ അൻസുർ അബീ വഹ്ഫദ് സൗജി. അല്ലാഹുവേ, നാളത്തെ ബദറിന്റെ രണഭൂമിയിൽ രണ്ട് കൂട്ടര് തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ എന്റെ പിതാവായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിജയിപ്പിക്കണമേ. വഹ്ഫദ് സൗജി, ആ വിജയത്തിൽ എന്റെ ഭർത്താവിനെ നീ സംരക്ഷിക്കണമേ. എത്ര കൃത്യമാണ് ആ വാക്കുകൾ. എന്റെ പിതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നീ വിജയിപ്പിക്കണം. ആ വിജയത്തിൽ പലരുടെയും ചോര ചീന്തുമ്പോൾ, രണ്ട് കൂട്ടരുടെയും ചോര ചീന്തപ്പെടുമ്പോൾ എന്റെ ഭർത്താവായ അബുൽ ആസിനെ നീ സംരക്ഷിക്കണമേ.
യുദ്ധമെല്ലാം കഴിഞ്ഞു. തടവുപുള്ളികൾ ബഹുദൈവ വിശ്വാസികളുടെ സൈന്യത്തിൽ നിന്ന് തടവുപുള്ളികൾ പിടിക്കപ്പെട്ട് മദീനയിലേക്ക് കൊണ്ടുവരപ്പെട്ടു. ഈ തടവുപുള്ളികളുടെ മോചന ദ്രവ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ബദറിൽ നിന്ന് ഒരു വിഭാഗം ദൂതന്മാർ മക്കയിലേക്ക് കടന്നു വന്നപ്പോ സൈനബ് ചോദിച്ചു, മാ ഫഅല അബി, എന്റെ വാപ്പയുടെ അവസ്ഥ എന്താണെന്നാണ് ആദ്യം ചോദിച്ചത്. എന്റെ വാപ്പയുടെ അവസ്ഥ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് ആദ്യം ചോദിച്ചത്. അപ്പോൾ മറുപടി പറഞ്ഞു, മുസ്ലിമീങ്ങൾ വിജയിച്ചിട്ടുണ്ട്, മുസ്ലിമീങ്ങൾ വിജയിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം, മാ ഫഅല സൗജി, എന്റെ ഭർത്താവ്, അവരുടെ അവസ്ഥ എന്താണ്? നിന്റെ ഭർത്താവിനെ നിന്റെ അളിയൻ തന്നെ ബന്ധിയായി പിടിച്ചുകൊണ്ട് മദീനയിലേക്ക് പോയിട്ടുണ്ട്, അലി ഇബ്നു അബീ ത്വാലിബ്. അതുകൊണ്ട് മോചനദ്രവ്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളുടെ ഈ ദൂതന്മാരുടെ സംഘം ഈ മക്കയിലേക്ക് എത്തിച്ചേർന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടവുപുള്ളികളെ പ്രവാചകന്റെ മുന്നിൽ അണിനിരത്തി. ഇവരെ മോചിപ്പിക്കുവാനുള്ള മോചനദ്രവ്യം പ്രവാചകന്റെ മുന്നിൽ സമാഹരിക്കപ്പെട്ടു. ആ സമാഹരിക്കപ്പെട്ട ശേഷം ആ മോചനദ്രവ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലൂടെ കടന്നുപോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഒരു മോചനദ്രവ്യത്തിലേക്ക് പ്രവാചകന്റെ ദൃഷ്ടികൾ കുറച്ചു നേരം നോക്കി നിന്നു. അത് ഒരു മാലയാണ്, ഒരു സ്വർണ്ണാഭരണം, ഒരു മാല. ആ മാലയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണുകൾ പതിച്ചു. കുറെ നേരം ആ മാലയെ പ്രവാചകൻ നോക്കി തന്നെ ഇരുന്നു. ശേഷം ആ മാല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തി കാണിച്ച ശേഷം ചോദിച്ചു, ഇത് എവിടെ നിന്നാണ്, ഇത് ആരുടേതാണ്? അപ്പോൾ ആ ദൂതന്മാര് പറഞ്ഞു, ഈ മാല സൈനബ് എന്ന മക്കയിൽ ഒരു സ്ത്രീയുണ്ട്, ആ സ്ത്രീ അവരുടെ ഭർത്താവായ അബുൽ ആസ് ബിൻ റബീഅനെ മോചിപ്പിക്കാൻ വേണ്ടി കൊടുത്തുവിട്ടതാണ് എന്ന്. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചോദിച്ചു, അല്ലയോ സഹാബികളെ, ഞാൻ ഈ മാല അബുൽ ആസ് ബിൻ റബീഅന് തിരിച്ചു കൊടുക്കട്ടെയോ? അവർ അനുമതി കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകന് തിരിച്ചു കൊടുത്തു അബുൽ ആസ് ബിൻ റബീഅന്. എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ ആ മാലയിലേക്ക് കുറെ നേരം നോക്കി ചില ഓർമ്മകൾ മെനഞ്ഞെടുത്തത് എന്ന് ശേഷമുള്ള വാക്കുകൾ പറഞ്ഞു തരും. അബുൽ ആസ് ബിൻ റബീഅനെ അടുത്തേക്ക് വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാല കൊടുത്ത ശേഷം പറഞ്ഞു, നിന്റെ ഭാര്യയും എന്റെ മകളുമായ സൈനബിനോട് പറയണം, ഈ മാല എന്റെ ഖദീജയുടെ മാലയാണ്, ഈ മാല ഇങ്ങനെ പാഴിക്കളയരുത് എന്ന് നീ ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്ന്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മാലയിലേക്ക് കുറെ നേരം നോക്കി ഓർമ്മകൾ മെനഞ്ഞെടുത്തത് ഫറഖതഹാ റിഖതൻ ശദീദ എന്ന് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് നോക്കിക്കൊണ്ട് കുറെ നേരം ഓർമ്മകൾ മെനഞ്ഞെടുത്തു. ആ ഓർമ്മകൾ തങ്ങളുടെ ജീവിതത്തിൽ നിന്നും വേർപെട്ടു പോയ, വർഷങ്ങൾക്ക് മുമ്പ് അകന്നു പോയ ബീവി ഖദീജയുടെ ഓർമ്മകളാണ്, ആ ജീവിതമാണ്, ആ ഓർമ്മകളാണ് പ്രവാചകൻ മെനഞ്ഞെടുത്തത്. ശേഷം അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഈ മാല പാഴാക്കി കളയരുത് എന്ന് സൈനബിനോട് പറയണം. അതിനുശേഷം കുറച്ച് ഗൗരവത്തിലുള്ള ഒരു കാര്യം അബുൽ ആസിന്റെ ചെവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് മറ്റൊന്നുമല്ല, അല്ലാഹുവിന്റെ കൽപ്പന വന്നു കഴിഞ്ഞാൽ ബഹുദൈവ വിശ്വാസിയായ താങ്കളും മുസ്ലിമത്തായ എന്റെ മകളും തമ്മിൽ ഒരുമിച്ച് ജീവിക്കുവാൻ പാടില്ലെന്ന പടച്ചവന്റെ കൽപ്പന വന്നാൽ അത് ശിരസാവഹിച്ചുകൊണ്ട് എന്റെ മകൾ സൈനബിനെ മദീനയിലേക്ക് തിരിച്ചയക്കണം എന്ന് അബുൽ ആസിനോട് പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം വാക്കുപാലിച്ചു. വർഷങ്ങൾക്ക് ശേഷം സൈനബിനെ അദ്ദേഹം തിരിച്ച് മദീനയിലേക്ക് ലാ ഹുന്ന ഹില്ലുൽ ലഹും വലാ ഹും യഹില്ലൂന ലഹുന്ന എന്ന ആയത്ത് ഇറങ്ങുമ്പോൾ ബഹുദൈവ വിശ്വാസികളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ മുസ്ലിമീങ്ങൾക്ക് അനുവാദമില്ല, നിഷിദ്ധമാണ് എന്ന ആയത്തിറങ്ങിയപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ നേരത്തെ കൊടുത്ത കരാറുമായി ബന്ധപ്പെട്ട് അബുൽ ആസ് ബിൻ റബീഅ തിരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് തന്റെ പത്നിയെ കൊണ്ടെത്തിക്കുന്നുണ്ട്. കാലം കുറെ മുന്നോട്ട് പോയി. ഇതിനിടയിൽ മക്കയിലെ പ്രമാണിമാര് അബുൽ ആസിനോട് പറയുന്നുണ്ട്, സൈനബ് മുസ്ലിമായത് മുതലേ അവർ പറയുന്നതാണ്, താങ്കൾക്ക് വേണമെങ്കിൽ ഈ ഖുറൈശി തറവാട്ടിലെ മക്കയിലെ ഏത് സ്ത്രീയെ വേണമെങ്കിലും ഞങ്ങൾ വിവാഹം ചെയ്തു തരാം, അവരെ അങ്ങ് വേർപെടുത്തൂ എന്ന്. പക്ഷേ അന്നെല്ലാം അബുൽ ആസ് പറഞ്ഞ മറുപടി, എനിക്ക് സൈനബിനോളം നല്ല ഒരു സ്ത്രീയെ നിങ്ങൾക്ക് എന്റെ മുമ്പിൽ കൊണ്ടുവരാൻ സാധ്യമല്ല എന്നാണ്.
പക്ഷേ സൈനബ് റളിയല്ലാഹു അൻഹ ഇന്ന് തിരിച്ച് മദീനയിലെത്തിയിരിക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുത്തേക്ക് അള്ളാഹുവിന്റെ കൽപ്പനയെ ശിരസാവഹിച്ചുകൊണ്ട് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടെ സൈനബിനും വന്നു വിവാഹാലോചനകൾ. സഹാബികളിലെ പ്രധാനപ്പെട്ട സഹാബികൾ തന്നെ വിവാഹാലോചന നടത്തി. കാരണം ഒന്ന്, അവർ പ്രവാചകന്റെ മകളാണ്. മറ്റൊന്ന്, സൈനബ് റളിയല്ലാഹു അൻഹയുടെ സവിശേഷമായ ചില വ്യക്തിത്വത്തിന്റെ ഗുണങ്ങളുടെ ഫലമായി സൈനബ് റളിയല്ലാഹു അൻഹയ്ക്ക് ഒരുപാട് ആലോചനകൾ വന്നു. ഒരാളുടെ മുന്നിലും അവർ കഴുത്ത് നീട്ടിക്കൊടുത്തില്ല. അവർ കാത്തിരുന്നു അബുൽ ആസ് ബിൻ റബീഅനെ. എന്തിനാണ്? എന്നെങ്കിലും ഇസ്ലാം സ്വീകരിച്ച് മദീനത്തെ എന്റെ ഉമ്മറപ്പടിയിലേക്ക് അബുൽ ആസ് ബിൻ റബീഅ കടന്നു വരുമെന്ന ഒറ്റ പ്രതീക്ഷയിൽ അബുൽ ആസിനെയും കാത്ത് ആ സൈനബ് റളിയല്ലാഹു തആല മദീനയിൽ കഴിഞ്ഞുകൂടി. വീണ്ടും കുറച്ച് വർഷങ്ങൾ മുന്നോട്ട് കടന്നുപോയപ്പോൾ മറ്റൊരു കച്ചവട യാത്രയിൽ വെച്ച്, മക്കയിൽ നിന്നും ഷാമിലേക്കുള്ള യമനിലേക്കുള്ള കച്ചവട യാത്രയിൽ വെച്ച് മുസ്ലിം സൈന്യം മക്കയിലെ കച്ചവട സംഘത്തെ പിടികൂടുന്നു. എന്തിനാണ് കച്ചവട സംഘത്തെ പിടികൂടുന്നത്? മക്കയിൽ മുസ്ലിം സമൂഹം അവരുടെ മുഴുവൻ സമ്പത്തും ഉപേക്ഷിച്ചുകൊണ്ടാണ് മദീനയിലേക്ക് വന്നിട്ടുള്ളത്. ആ സമ്പത്ത്, അതിന്റെ ഒരു അംശമെങ്കിലും പിടിച്ചെടുക്കണമെങ്കിൽ ഈ മക്കയിൽ നിന്ന് ഷാമിലേക്കും യമനിലേക്കും പോകുന്ന കച്ചവട സംഘങ്ങളിൽ നിന്ന് പിടിച്ചെടുത്താൽ മാത്രമേ അവർക്ക് ആ സമ്പത്ത് തിരിച്ചു ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കച്ചവട സംഘങ്ങളെ പലപ്പോഴും ലക്ഷ്യം വെക്കേണ്ടി വരുന്നത്. അങ്ങനെ ലക്ഷ്യം വെച്ചപ്പോൾ അതിൽ ആ അബുൽ ആസ് ബിൻ റബീഅ ഉണ്ടായിരുന്നു. അബുൽ ആസ് ബിൻ റബീഅ അദ്ദേഹം പിടികൊടുക്കാതെ നേരെ മദീനയിലേക്ക് ഓടിയത് സൈനബ് റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്കാണ്. ഇന്ന് അവർ ഭാര്യയല്ല. ചോദിച്ച ആദ്യ കാഴ്ചയിൽ സൈനബ് ചോദിച്ചു, ഹല്ല അസ്ലംത, താങ്കൾ മുസ്ലിം ആയിട്ടാണോ ഈ വരുന്നത് എന്ന് ചോദിച്ചു. അല്ല, ഞാൻ അങ്ങയുടെ അടുക്കലെത്തിയത് അഭയം ചോദിച്ചുകൊണ്ടാണ്. ഫഅജിർനി, എനിക്ക് അഭയം തരണം. അള്ളാഹുവിന്റെ കൽപ്പനകൾ ലംഘിക്കാതെ സൈനബ് റളിയല്ലാഹു അൻഹ പഴയകാല ഭർത്താവിന് അഭയം കൊടുത്തു. പ്രഭാതത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലെത്തി. അള്ളാഹുവിന്റെ റസൂൽ സഹാബികളുടെ അനുമതിയോടുകൂടി വീണ്ടും അബുൽ ആസിന്റെ സമ്പത്ത് തിരിച്ചു കൊടുത്ത് മക്കയിലേക്ക് പറഞ്ഞു വിട്ടു. അദ്ദേഹം ആ സമ്പത്തുമായി മക്കയിലേക്ക് പോയി തന്റെ ബാധ്യതകളെല്ലാം നിർവഹിച്ച് വീണ്ടും മദീനയിലേക്ക് തിരിച്ചു വന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഷഹാദത്ത് പറഞ്ഞ് തന്റെ ഇസ്ലാം പ്രഖ്യാപിച്ചു. തന്റെ ദുരഭിമാനം വെടിഞ്ഞു, ഇസ്ലാം ആശ്ലേഷിച്ചു. ശേഷം ആദ്യം ആവശ്യപ്പെട്ടത് എന്റെ പഴയകാല ജീവിത സഖിയായ സൈനബിനെ എനിക്ക് തിരിച്ചു തന്നാലും പ്രവാചകരെ എന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബുൽ ആസ് ബിൻ റബീഅനെയും കൂട്ടിക്കൊണ്ട് സൈനബിന്റെ അടുത്തേക്ക് പോയി, നിന്റെ മാമിയുടെ പുത്രൻ എന്നോട് പറയുന്നു അദ്ദേഹത്തിന്റെ പഴയകാല ഭർത്താവിനെ തിരിച്ചു കൊടുക്കണമെന്ന്. അവർ ചിരിച്ചു, അവരുടെ മുഖം പ്രകാശിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ എത്ര കൃത്യമായി വ്യക്തമായി തീരുമാനങ്ങൾ എടുക്കുന്നു എന്നും, ഒരു കുടുംബനാഥനെ, ഒരു പിതാവിനെ, ഒരു ഭർത്താവിനെ, ഒരു സഹോദരനെ, ഒരു സഹോദരിയെ, ഒരു മകളെ എങ്ങനെയാണ് നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുന്നത് എന്ന കൃത്യമായ പാഠം. ഒരു വർഷത്തിന് ശേഷം സൈനബ് റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു. ആ മരണാനന്തരം വീണ്ടും അബുൽ ആസ് ബിൻ റബീഅ പറയുന്നു, സൈനബിന്റെ വേർപാടിന് ശേഷം എനിക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ സാധ്യമല്ല പ്രവാചകരെ എന്ന് വിതുമ്പുന്നുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം, പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖദീജ ബീവിയുമായുള്ള ബന്ധം, സ്നേഹം എത്ര ആഴമേറിയതാണ് എന്ന് ഈ ചരിത്രത്തിന്റെ ഒരു ഭാഗത്ത് നമ്മളോട് കൃത്യമായി കാണിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 25ാമത്തെ വയസ്സിൽ ഖദീജ ബീവിക്ക് 40 വയസ്സുള്ളപ്പോഴാണ് വിവാഹ ആലോചനയുടെ ദൂതുമായി ഖദീജയുടെ ദൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് എത്തുന്നത്. ഇന്ന് പ്രവാചകനല്ല. എന്തുകൊണ്ടാണ് ഖദീജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെട്ടത്? ഇന്ന് പ്രണയത്തിന് സങ്കല്പിക്കപ്പെടുന്ന മാനദണ്ഡങ്ങളൊന്നുമല്ല. ഒരാളുടെ വ്യക്തിത്വവും, ഒരാളുടെ സത്യസന്ധതയും, ഒരാളുടെ വിശ്വസ്തതയും, ഏറ്റവും കൂടുതൽ കച്ചവടത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ എത്ര മനോഹരമായും വിശ്വസ്തയോടെയും സത്യസന്ധതയോടെയുമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നിർവഹിച്ചതെങ്കിൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൃത്യമായി സംരക്ഷിക്കുകയും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള വിവാഹാലോചന സധൈര്യപൂർവ്വം അവർ പ്രകടിപ്പിച്ചു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിച്ചു. അവരും 25 വർഷം പ്രവാചകൻ ജീവിച്ചു. ജീവിതത്തിന്റെ എല്ലാ നിർണായക ഘട്ടങ്ങളിലും അവർ പ്രവാചകനെയും പ്രവാചകൻ അവരെയും ചേർത്ത് അണച്ചുപിടിച്ചു. കുടുംബ ജീവിതത്തിൽ ഇത്ര മഹിമയേറിയ പ്രണയത്തിന്റെ, സത്യസന്ധതയുടെ, വിശ്വസ്തതയുടെ ചരിത്രം പ്രവാചകൻ ഖദീജ സൗഹൃദങ്ങളിലല്ലാതെ, സ്നേഹത്തിൽ നിന്നല്ലാതെ നമുക്ക് കിട്ടുകയില്ല എന്ന് ആ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഊതിവീർപ്പിക്കപ്പെട്ട പ്രണയ നോവലുകളുടെ ചരിത്രങ്ങൾ പോലെ അല്ല. ക്യാമ്പസ് പ്രണയങ്ങളുമായി അതിനെ കുട്ടി വായിക്കാൻ സാധ്യമല്ല. ഇന്റർനെറ്റ് പ്രണയങ്ങളുമായി അതിന് ബന്ധമില്ല. അത് സത്യസന്ധമായ ജീവിതത്തിന്റെ കഥയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ എങ്ങനെയാണ് അണച്ചു പിടിച്ചത് എന്ന്. ആരാണ് ഖദീജ? മക്ക മുതൽ ഷാം വരെ പരന്നു കിടക്കുന്ന വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപയാണ് അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹാനന്തരം എങ്ങനെ സംരക്ഷിച്ചു? ഹിറാ ഗുഹയിൽ ധ്യാനനിരതനായിരിക്കുന്ന പ്രവാചകന്റെ സന്നിധിയിലേക്ക് എല്ലാ ദിവസവും പ്രഭാതത്തിൽ മാവ് കൊണ്ട് വിഭവങ്ങൾ ഉണ്ടാക്കി, ഭക്ഷണങ്ങൾ ഉണ്ടാക്കി, യാത്ര ചെയ്ത് സഞ്ചരിച്ച ആ പർവ്വതം കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഊട്ടി സൽക്കരിച്ച് തിരിച്ചു വരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. അതിന്റെ ആഴവും പരപ്പും എത്രത്തോളമുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇന്ന് ഹിറാ ഗുഹയിൽ പോയി ഒന്ന് നിന്നാൽ മതി. എത്ര ഉയരത്തിലേക്കാണ് ഖദീജ കയറിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എത്ര ത്യാഗം ചെയ്താണ് അവർ പ്രവാചകനെ സംരക്ഷിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വേണമെങ്കിൽ അവരുടെ സർവന്റിന്റെ കയ്യിൽ ഈ ഭക്ഷണം കൊടുത്തു വിട്ടാൽ മതിയായിരുന്നു. അല്ല, ഖദീജ റളിയല്ലാഹു അൻഹ നമുക്ക് പകർന്നു നൽകുന്ന, ഒരു ഭർത്താവിന് നൽകുന്ന സമർപ്പണത്തിന്റെ ചരിത്രമുണ്ട്. അത് സഹോദരിമാർ ഉൾക്കൊള്ളേണ്ട ചരിത്രമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാകുമെന്ന് അറിയില്ല. എന്നാലും ഒരു കുടുംബ ജീവിതത്തിന്റെ സന്തുലിതമായ സാഹചര്യത്തിനും അതിന്റെ സന്തുലിതമായ നിലനിൽപ്പിനും ഒരു സ്ത്രീ എന്ന രീതിയിൽ അവർ ഭർത്താവിന് സമർപ്പിക്കപ്പെടേണ്ടവർ തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. രണ്ടാമത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബീവി ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് നൽകിയിരിക്കുന്ന ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹം കാലം എത്ര കഴിഞ്ഞാലും പ്രവാചകന്റെ ഹൃദയത്തിൽ നിന്നും അതിനെ മായ്ച്ചു കളയാൻ, അതിന്റെ ഒരു തരി പോലും മായ്ച്ചു കളയാൻ സാധ്യമല്ലാത്ത വിധം പലപ്പോഴും സ്വാഭാവികമായ അസൂയയുടെ പേരിൽ ആയിഷ റളിയല്ലാഹു അൻഹ പോലും ചോദിച്ചിട്ടുണ്ട്, എന്നെ അല്ലാഹു താങ്കൾക്ക് ആ വൃദ്ധയെക്കാളും ഉത്തമയും സ്നേഹനിധിയുമായ ഒരു സ്ത്രീയെ താങ്കൾക്ക് പകരം തന്നിട്ട് ഇപ്പോഴും എന്തിനാണ് ഖദീജയെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ വാക്കുകൾ ഇഷ്ടപ്പെട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, വളരെ ശക്തമായി തിരിച്ചടിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഖദീജയോളം ഖൈറായ ഒരാളെയും എനിക്ക് തിരിച്ചു തന്നിട്ടില്ല. ആ സ്നേഹബന്ധം 25 വർഷം നീണ്ടു നിന്ന ദാമ്പത്യ ജീവിതത്തിൽ മറ്റൊരു സ്ത്രീ ആ ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് ഖദീജ റളിയല്ലാഹു അൻഹയുടെ കാലശേഷം ഖദീജ റളിയല്ലാഹു അൻഹ നിലനിർത്തിയ സൗഹൃദങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ജീവിതത്തിന്റെ എത്രയോ ഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജയെ ചേർത്ത് നിർത്തി. ഖദീജ പ്രവാചകനെ എത്രമാത്രം സമർപ്പണ ബോധത്തോടെ, ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 23 വർഷ കാലഘട്ടത്തിലെ കൈപ്പേറിയ വർഷങ്ങൾ, ആ കൈപ്പേറിയ വർഷങ്ങൾ ഓരോ വർഷങ്ങളും വ്യത്യസ്ത തരം ത്യാഗങ്ങളുടെ വർഷമാണ്. ഒരു വർഷം തായിഫിൽ നിന്ന് കല്ലേറുകൊണ്ട വർഷം, മറ്റു ചില വർഷങ്ങൾ ശഅബ് അബീ താലിബിന്റെ മലഞ്ചെരുവിൽ പച്ചിലകൾ തിന്ന് ജീവിച്ച വർഷങ്ങൾ, മറ്റൊരു വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിട്ട് മദീനയിലേക്ക് പോകുന്ന വർഷം. ഇത്രയും കാഠിന്യമേറിയ അധ്യായങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് ഏതെങ്കിലും ഒരു വർഷത്തെ ഒരു ദുഃഖവർഷം ആമുൽ ഹുസ്ൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന്റെ വർഷമാണ്. അവരെല്ലാം അർപ്പിച്ചു. റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടി, ദീനിന് വേണ്ടി, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി വഫാത്താകുമ്പോൾ ഒന്ന് ആ ശരീരം ഒന്ന് പൊതിഞ്ഞ് തികയ്ക്കാൻ വസ്ത്രം തികയാത്തൊരവസ്ഥയിൽ മക്കയിലെ ഏറ്റവും സമ്പന്നയായ ഒരു സ്ത്രീ വഫാത്തായ ഒരു സാഹചര്യം. എല്ലാം അവർ സമർപ്പിച്ചു, എല്ലാം അവർ അർപ്പിച്ചു. അതാണ് ഖദീജ റളിയല്ലാഹു അൻഹ. ആ ഖദീജ റളിയല്ലാഹു അൻഹ നമുക്ക് പകർന്നു തരുന്ന വലിയ ഒരു പാഠം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ഭർത്താവിനോടുള്ള സ്നേഹത്തിന്റെ, അർപ്പണത്തിൻ്റെതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകുന്ന ഒരു പാഠം ഭർത്താക്കന്മാരെന്ന രീതിയിൽ ഭാര്യമാരോട്, നമ്മുടെ കുടുംബത്തോട് നാം സ്വീകരിക്കും
സ്വീകരിക്കേണ്ട കരുതലിന്റെ അധ്യായങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും തങ്ങളുടെ ഭാര്യമാരിൽ നിന്നും തങ്ങളുടെ മക്കളിൽ നിന്നും തങ്ങളുടെ മരുമക്കളിൽ നിന്നും എല്ലാം നമ്മൾ പഠിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തത് പ്രണയത്തിന്റെ ശരിയായ ജീവിതങ്ങളാണ് ഈ കാണിച്ചു വെച്ച്. ഇവിടെ പുതിയ കാലഘട്ടത്ത് സ്ത്രീയും പുരുഷനും തമ്മിൽ സൗഹൃദമെന്ന വ്യാജനാമമിട്ട് പ്രണയം നടിക്കുകയോ അഭിനയിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇതിൽ ചൂഷണം ചെയ്യപ്പെടുന്നത് സ്ത്രീകളാണ് എന്നുള്ളതാണ്. ഞങ്ങൾ സുഹൃത്തുക്കളാണ്, ഞങ്ങൾക്കിടയിൽ പ്രണയമില്ല. അതുകൊണ്ട് സുഹൃത്തുക്കൾ എന്ന രീതിയിൽ സുഹൃത്തുക്കളാകുമ്പോൾ തോളിൽ കൈയിടും, കൈകൾ പിടിക്കും, ചേർത്ത് പിടിക്കും, ഇങ്ങനെയെല്ലാം പറയുന്ന പുതിയ പ്രണയത്തിന്റെ ചില വ്യാഖ്യാനങ്ങൾ, അതിൽ സ്ത്രീകൾ ഇരകളാക്കപ്പെടുന്നുണ്ട്, സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് മാത്രമല്ല, മുസ്ലിം സ്ത്രീകൾ പോലും ഈ വലയിൽ കുടുങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പെൺകുട്ടികളെ നോക്കി അഭിമാനം കൊള്ളുന്ന രക്ഷകർത്താക്കളാണ് ഈ സമൂഹത്തിന്റെ ശാപം എന്നും അന്യപുരുഷന്റെ കൂടെ ആഹ്ലാദിക്കുന്നത് കണ്ടിട്ട്, ഇസ്ലാമിക ശരീഅത്തിന്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്നത് കണ്ടിട്ട് ഒരു ആധുനിക പിതാവാണ് ഞാനെന്ന് സമൂഹത്തെ കാണിക്കാൻ വേണ്ടി ഓരോ മാതാപിതാക്കളും കാണിച്ചു കൂട്ടുന്ന കോപ്രായത്തരങ്ങൾ, പ്രിയമുള്ളവരെ, അതാണ് ഈ എത്രമേൽ ശപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ ഉമ്മത്ത് എന്നതിന്റെ തെളിവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇസ്ലാമിക ശരീഅത്തിന്റെ അതിർവരമ്പുകൾ നമ്മൾ പാലിക്കണം, ലജ്ജയുള്ളവരാകണം. നമ്മൾ പുരുഷന്മാർ, സ്ത്രീകൾ ലജ്ജയുള്ളവരാകണം. നിനക്ക് ലജ്ജയില്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ നീ ചെയ്തു കൊള്ളുക എന്ന് ഒരു ചൊല്ലുണ്ട്. താൻ തോന്നിയായാൽ മതി. താൻ തോന്നിയായാൽ അത് ലജ്ജയില്ലായ്മയാണ് ഒരാളെ താൻ തോന്നിയാക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും വൃത്തികെട്ട ഒരു വാക്ക് എന്താണ് എന്ന് പുതിയ തലമുറയിലെ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ചോദിച്ചാൽ അവർ പറയും സദാചാരമാണ് എന്ന് പറയും. എന്താണ് സദാചാരമാണ്? നല്ലത് പറയുന്നത് ഇഷ്ടമല്ല, തിന്മയിൽ നിന്ന് തടയുന്നത് ഇഷ്ടമല്ല. എല്ലാം ശരികൾ മാത്രമേ അവരുടെ കൺമുന്നിലുള്ളൂ. എല്ലാം ശരികളാണ്. എന്തിനാണ് എതിർക്കുന്നത്? എല്ലാം ശരികളാണ്. പക്ഷേ പരിശുദ്ധ ഖുർആൻ പറയുന്നു, തിൽക ഹുദൂദുല്ലാഹ് വമൻ യതഅദ്ദ ഹുദൂദല്ലാഹി ഫഖദ് ളലമ നഫ്സ. അല്ലാഹു ചില അതിരുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ അതിരുകൾ സ്ഥാപിക്കാൻ, ആ അതിരുകൾ ശിരസാ വഹിക്കാൻ വിശ്വാസികൾ എന്ന രീതിയിൽ നമ്മൾ ബാധ്യസ്ഥരാണ്. വമൻ യതഅദ്ദ ഹുദൂദല്ലാഹി ഫഖദ് ളലമ നഫ്സ. ആരൊരുവൻ അല്ലാഹുവിന്റെ അതിരുകളെ ലംഘിക്കുന്നുവോ ഫഖദ് ളലമ നഫ്സഹു, അവനവന്റെ സ്വന്തം ശരീരത്തോട് അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നിങ്ങൾ ഉൾക്കൊള്ളണം. അതുകൊണ്ട് ഈ രംഗത്ത് കൂടുതൽ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുമ്പോൾ അല്ലാഹു പറയുന്നു ഫഖദ് ളലമ നഫ്സഹു, സ്വന്തം ശരീരത്തെയാണ് കേടുവരുത്തുന്നത്, സ്വന്തം ശരീരത്തോടാണ് അക്രമം കാണിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്ക് നൽകിയിരിക്കുന്ന ഒരു പരിശുദ്ധിയും ഒരു പവിത്രതയും ഒരു ഹിജാബും ഒരു സംസ്കാരവും ഇതെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് ആധുനികത പ്രകടിപ്പിക്കുവാനുള്ള മത്സരത്തിനിടയിൽ നമ്മുടെ കുട്ടികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചക ജീവിതത്തിന്റെ അധ്യായങ്ങളിൽ നിന്ന്, കുടുംബ ജീവിതത്തിന്റെ അധ്യായങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കണം എന്താണ് ശരിയായ പ്രണയം, ശരിയല്ലാത്ത പ്രണയമെന്ത്, ശരിയെന്ത് തെറ്റെന്ത് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നമ്മുടെ കുടുംബത്തിലേക്ക് ആളുകളെ തെരഞ്ഞെടുക്കുമ്പോൾ ദീനുള്ളവരെ തെരഞ്ഞെടുക്കണം, മതബോധമുള്ളവരെ തെരഞ്ഞെടുക്കണം. വിവാഹബന്ധത്തിന് നമ്മുടെ മക്കൾക്ക്, ആൺകുട്ടികൾക്കാകട്ടെ പെൺകുട്ടികൾക്കാകട്ടെ, ഇണകളെ തെരഞ്ഞെടുക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫദ്ഫർ ബിദാത്തി ദീൻ, ദീനുള്ളവരെ നിങ്ങൾ തെരഞ്ഞെടുക്കണം. അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് അപ്പുറമല്ല ഒന്നും. അതുകൊണ്ടാണ് സൈനബ് റളിയല്ലാഹു തആല അൻഹ തന്റെ ഭർത്താവിൽ നിന്ന് അകന്ന് നിൽക്കുമ്പോൾ അവർക്ക് മാനസികമായ ചില പ്രയാസങ്ങളുണ്ട്. പക്ഷേ അതിലെല്ലാം വലുതാണ് അള്ളാഹുവിന്റെ കൽപ്പനയും അത് ശിരസാ വഹിക്കുവാനുള്ള അർപ്പണ ബോധവും എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫദ്ഫർ ബിദാത്തി ദീൻ, നമ്മൾക്ക് നല്ല ജോലി, നല്ല ശമ്പളം, നല്ല ബിസിനസ്, ഇതൊക്കെ നോക്കിയാണ്, നല്ല സൗന്ദര്യം, ഇതൊക്കെ നോക്കിയാണ് നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് ആളുകളെ തെരഞ്ഞെടുക്കുന്നത് എങ്കിൽ പ്രിയമുള്ളവരെ, ഒന്നാമത് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് ദീനിനായിരിക്കണം. ഇന്ന് സദാചാരം തന്നെയായിരിക്കണം, ധാർമ്മിക മൂല്യങ്ങൾക്കായിരിക്കണം നമ്മൾ പ്രാധാന്യത കൊടുക്കേണ്ടത് എന്ന പാഠം നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെയാണ് ശരിയും തെറ്റും കൃത്യമായി വേർതിരിക്കപ്പെടുന്നത്. ആ ശരിയും തെറ്റും വേർതിരിക്കപ്പെടാത്തൊരു
സാഹചര്യത്തിലേക്കാണ് നമ്മുടെ സമൂഹവും നമ്മുടെ കുടുംബവും എത്തിപ്പെടുന്നത് എങ്കിൽ വളരെ മ്ലേച്ഛമായ ലജ്ജാവഹമായ ഒരു സാഹചര്യത്തിലേക്കായിരിക്കും ഈ കുട്ടികൾ, ഈ സമൂഹം കടന്നു പോകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത്തരത്തിലുള്ള തിന്മയുടെ പൈശാചികതയുടെ ശബ്ദങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ പെൺമക്കളെ, നമ്മുടെ ആൺമക്കളെ, നമ്മുടെ സഹോദരങ്ങളെ, സഹോദരിമാരെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും, എല്ലാവിധ ദീനിയായ അപകടങ്ങളിൽ നിന്നും, ദുനിയായ അപകടങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തലമുറയെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പലപ്പോഴും പല കാര്യങ്ങളും തോന്നുമ്പോൾ ഏറ്റവും കൂടുതൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയും ഇസ്ലാമിനെ വെറുക്കുകയും ഇസ്ലാമിനെ നിഷേധിക്കുകയും താൻ തോന്നിവാസത്തിന് വേണ്ടി ഇതെല്ലാം ചെയ്യുന്നത് പലപ്പോഴും നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ കൂടുതലും മുസ്ലിം പെൺകുട്ടികളാണ് എന്ന് കാണാൻ സാധിക്കും. ഇതിന്റെ എല്ലാം പിന്നിൽ പുരുഷന്മാരെന്ന് പറയുന്ന ചില ആളുകൾ പല രീതിയിൽ ചൂണ്ടകൾ വിരിച്ചിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ പ്രണയമല്ല, സൗഹൃദമാണ്. പെണ്ണെന്ന് പറഞ്ഞാൽ അടഞ്ഞിരിക്കേണ്ടവരല്ല, പുറത്തിറങ്ങി നിന്ന് ആറാടേണ്ടവളാണ് എന്നൊക്കെ ഒരു മിഥ്യാലോകത്തിലേക്ക് നമ്മുടെ കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ അഭിമാനത്തെ ചൂഷണം ചെയ്യുന്ന ഒരു സാഹചര്യം അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ.